വേദിയിലുള്ള ആദരണീയരായ CT അഹമ്മദ് അലി, ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അബ്ദുൽ ഖാദർ സാഹിബ്, സ്വാഗതം ആശംസിച്ച TP കബീർ, വേദിയിലിരിക്കുന്ന മറ്റ് മുസ്ലിം ലീഗിന്റെ ഉന്നതരായ നേതൃത്വം, വനിതാ ലീഗിന്റെ ഏറ്റവും പ്രിയമുള്ള സഹപ്രവർത്തകർ, മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കൾ, യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഒക്കെ അഭിനന്ദരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വളരെ സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തുടക്കം കിട്ടിയത്. അഥവാ കുറച്ചു നേരങ്ങൾക്ക് മുന്നേ വരികയും നിങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങളെ പോലെ തന്നെ പങ്കാളിയാവാൻ സാധിക്കുകയും ചെയ്തു. ആ സമയത്ത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ റിപ്പോർട്ട് അവതരണം ഉണ്ടായി. ആ റിപ്പോർട്ട് അവതരണത്തിൽ പ്രത്യേകം ഊന്നി പറഞ്ഞൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സബ് കമ്മിറ്റികളെ കുറിച്ച് എല്ലാ സബ് കമ്മിറ്റികളുടെയും പ്രവർത്തനത്തെ വിശകലനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള പല സംഘടനകൾ സബ് കമ്മിറ്റിയുടെ. അപ്പൊ എടുത്തു പറഞ്ഞ കാര്യം, വനിതാ ലീഗിന്റേതൊഴികെ ബാക്കിയുള്ളവരുടെ പ്രവർത്തനത്തിൽ ഒരു മന്ദപ്പുണ്ട്. കുറച്ചൊരു നമ്മൾ വിചാരിച്ച പെർഫോമൻസ് വന്നിട്ടില്ല. വനിതാ ലീഗിന്റെ തൊഴികെ എന്ന് പറഞ്ഞ വനിതാ ലീഗിനെ അവിടുന്ന് ഒഴിവാക്കി. ആ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനത്തിന്റെ മികവാണ്, അംഗീകാരമാണ്. രണ്ടാമതായി, എനിക്ക് തൊട്ടു മുമ്പ് ഇവിടെ സംസാരിച്ചപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനത്തെ കുറിച്ച്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിശകലനം ചെയ്തപ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വീട് വീടാന്തരം കയറി വോട്ട് ഉറപ്പാക്കുന്നതിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചൊരു വിജയം നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് വനിതാ ലീഗാണ് എന്ന് പ്രത്യേക പ്രശംസ നൽകുകയും ഉണ്ടായി. ആ രണ്ട് പ്രശംസയിൽ നിന്നാണ് എന്റെ സംസാരം തുടങ്ങുന്നത്. ചെമ്മനാട് പഞ്ചായത്തിൽ ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തന മികവിന്റെ ഒരു വലിയ കാരണം, ഒരു പരിധിവരെ ഇത്രയും നേരം ഞാൻ സംസാരിക്കുന്നവരെ ഇൻവിസിബിൾ ആയി ഇവിടെ ഇരുന്ന ഈ നേതാക്കന്മാരും നിങ്ങൾ എല്ലാവരും നയിക്കുന്ന വനിതാ ലീഗിന്റെ പ്രവർത്തനമാണ് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോഴും ഞാൻ ഒരു വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ മോശമാക്കുന്നല്ല കേട്ടോ. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന വനിതാ ലീഗിന്റെ നേതാക്കന്മാർ എപ്പോഴാടി ഇരുന്നാൽ പോരാ, സ്റ്റേജും കൂടി നമുക്കുള്ളതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ വളരെ സൗമ്യമായി വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജനായത്ത വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു രാജ്യത്തെ ജനാധിപത്യ സംഘടനയെ, രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. രാഷ്ട്രീയ സംഘടനകൾ ചെയ്യേണ്ടുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഒരുപാട് മറുപടികളുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ സാമൂഹികമായ, സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും ഇടപെടേണ്ടുന്ന ഒരു കൂട്ടം, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു കൂട്ടം. പക്ഷെ അതിലുപരിയായിക്കൊണ്ട് ഒരു പരിധിവരെ ഈ പറഞ്ഞ കണക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പരമപ്രധാനമാണ്. ഇതിന്റെ അസ്തിത്വത്തെ നിയന്ത്രിക്കുന്നത്, എക്സിസ്റ്റൻസിനെ, നിലനിൽപ്പിനെ നിർണ്ണയിക്കുന്നത് തിരഞ്ഞെടുപ്പുകളാണ് എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആഘോഷത്തിന്റെ പടിവാതിലെത്തി നിൽക്കുകയാണ് നമ്മൾ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മുൻ അംഗങ്ങളൊക്കെ ജനപ്രതിനിധികൾ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ നിലവിൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ മാത്രം ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2020 അധികാരത്തിലേറുകയും 2025 ഡിസംബറോട് കൂടി അധികാരം ഒഴിയുകയും ചെയ്യുന്ന ഭരണസമിതിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നൽകിയ വോട്ടിന്റെ കാലാവധി കഴിഞ്ഞ് അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ വർഷത്തിന്റെ ഒടുക്കത്തിലെത്തുകയാണ്. ഒരുപക്ഷെ ഒരു 3-4 വർഷമായിക്കൊണ്ട് നമ്മൾ ചില വർഷങ്ങളെ കുറിച്ച് ഓർക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ. 2024 എന്ന് പറയുന്ന വർഷം ഒരു 2-3 വർഷം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വർഷം. നമുക്ക് 2024 എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാനുണ്ട് എന്നുള്ളതായിരുന്നു കുറെ കാലം മുമ്പ് 2024 കുറിച്ചുള്ള ഒരു തോന്നൽ. 2025 ഒരു രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലമാണ്. തൊട്ടപ്പുറം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഇതിന്റെ കാലാവധി കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി ഈ സംസ്ഥാനത്തെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തരമായി കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് നമ്മൾ ഇടപെടേണ്ടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ്. കാരണം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്
ഏറ്റവും താഴെ തട്ടിലുള്ള പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സ്ഥലങ്ങളിലുള്ള ജില്ലാ പഞ്ചായത്ത് വരെയുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മളുള്ളത്. നമ്മളെ പ്രയോറിറ്റിയും അത് തന്നെയാണ്, മുൻഗണനയും അത് തന്നെയാണ്. അതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട കാര്യം, ആ സാധനമാണ് നമ്മളിന്ന് ഫുൾ ഡേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫുൾ ഡേ എന്നല്ല, നമുക്ക് നമ്മളിനി കൂടുന്ന യോഗങ്ങളിലൊക്കെ നമുക്കത് ചർച്ചയാണ്. കുറച്ച് കാലങ്ങളായിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പുകളും സ്വാഭാവികമായും പഞ്ചായത്ത് കമ്മിറ്റി തുടങ്ങിയിട്ടുണ്ടാവും, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഇനി ആളുകളെ കാണുന്നതിന് മുമ്പ് നമ്മൾ പൂർത്തീകരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ തത്രപ്പാച്ചിലായിരിക്കും. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓൾ നമ്മൾ എപ്പോഴോ തുടങ്ങി കഴിഞ്ഞു, അത് നമുക്ക് കുറച്ചും കൂടി ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്നെ വിശേഷിപ്പിച്ചത് ഒരു യുവജന സംഘടനയുടെ പ്രതിനിധി ആയിക്കൊണ്ട് കൂടിയാണ്, യൂത്ത് ലീഗിന്റെ പ്രതിനിധി ആയിക്കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യത്തെ കുറിച്ച് കൂടി അടിയന്തരമായി പറഞ്ഞു പോകണം, ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മൾ രാഷ്ട്രീയ സംഘടനകൾ ഇനി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട, മുൻഗണന കൊടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടി മുൻഗണന കൊടുക്കേണ്ടുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ്. ഒറ്റ വാക്കിൽ അതിന്റെ ധാർമ്മികത എന്നോ അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്നൊക്കെ പറയാം. കാരണം കുറച്ചു കാലങ്ങളായി നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് യുവാക്കളുടെ, യുവതികളുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും പല ചിത്രങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ എന്ന രൂപത്തിൽ നമുക്ക് അത്ര ഒരു നമ്മുടെ നാഗരിക സമൂഹത്തിന് ചേർന്നതാണ്, അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വണ്ണത്തിലുള്ള കുറെ കാര്യങ്ങളാണ്. 2 ദിവസമായിട്ട് കേരളം ആഘോഷിക്കുന്ന ഒരു വാർത്ത, ആഘോഷിക്കുക എന്ന് തന്നെ വേണം പറയാം. ഇപ്പൊ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അതിനെ ഏറ്റെടുക്കുകയും ആഘോഷിക്കുകയുമാണ് ചെയ്യാറുള്ളത്. അത് ഏത് കൊലപാതകമാണെങ്കിലും ശരി, അതിനപ്പുറത്ത് ഒരു ദാരുണാന്ത്യമാണെങ്കിലും ശരി, അതൊരു ആഘോഷമാക്കുക എന്നുള്ളതാണ് പുതിയ മാധ്യമ സംസ്കാരം. ആ സംസ്കാരത്തെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ അപകടത്തിൽപ്പെടുന്നു, ആ അപകടത്തിൽപ്പെടുന്നയാളോട് നമുക്ക് സ്വാഭാവികമായും സഹതാപമോ അനുതാപമോ ഉണ്ടാകുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് അത് റേറ്റിംഗ് കച്ചവട മാർക്കറ്റില് കണ്ണീരൊഴുക്കാനുള്ള കഥകളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമ സംസ്കാര കാലത്ത്. അതുകൊണ്ടാണ് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ശിരൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് കാണാനില്ലാതാവും. നമുക്ക് എല്ലാവർക്കും ബേജാറുണ്ടാവുന്ന ഒരു കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അപകടത്തിൽപ്പെടുകയും ആ അപകടത്തിൽപ്പെട്ട ഇടത്ത് നിന്ന് അദ്ദേഹത്തെ ജീവനോടെ തിരിച്ചു കിട്ടണമേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തെ, ആ പ്രാർത്ഥന 1-2 ദിവസങ്ങളിലേക്കല്ല, കുറെ അധികം ദിവസങ്ങളിലേക്ക് പ്രാർത്ഥനയെ നീട്ടിക്കൊണ്ട് പോകുന്നത്, അതിനപ്പുറത്തേക്ക് അതൊരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന വാർത്തയൊക്കെ പോവുകയും, കണ്ണീരിനെ ആഘോഷിക്കുക, സഹതാപത്തെ ആഘോഷിക്കുക, ഈ സന്തോഷത്തെ സ്വാഭാവികമായും ആഘോഷിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുന്നതും അർജുന്റെ മാത്രം കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും. ഞാൻ പറഞ്ഞത് 2 ദിവസമായി നമ്മൾ ആഘോഷിക്കുന്ന മറ്റൊരു വാർത്തയെ കുറിച്ചാണ്. അത് ഒരു കൊലപാതക വാർത്തയാണ്. ഒരു മകൻ ഉമ്മാനെ കൊന്ന വാർത്ത. സുബൈദ എന്നോ മറ്റോ ആണ് ഉമ്മാന്റെ പേര് ഞാൻ ഓർക്കുന്നത്, പെട്ടെന്ന് കിട്ടുന്നില്ല. നമ്മൾ കണ്ട വാർത്തയാണല്ലോ. നമുക്ക് ഇതിലൊരാൾക്കും അതൊരു പുതിയ വാർത്തയല്ല. എനിക്കതൊരു നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, പത്രം രാവിലെ എടുത്തു നോക്കിയപ്പം നിങ്ങളുടെ വീട്ടിലോ എന്റെ വീട്ടിലൊക്കെ ഏകദേശം വരാൻ പോണത് 2-3 പത്രങ്ങൾ ഒന്നേ ഇരിക്കും. അപ്പം ഒരു ദിവസം പത്രം എടുത്തു നോക്കിയപ്പോൾ മുഴുവൻ കൊലപാതക വാർത്തകൾ കാണുന്ന രൂപത്തിൽ പത്രം ഉണ്ടാവുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്കുണ്ട്. ഈ പറഞ്ഞ പോലെ മകൻ അമ്മയെ കൊല്ലുന്നു, പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു, ജയിലിനുള്ളിൽ വെച്ച് കറക്ഷൻ ഹോമിൽ വെച്ച് 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 17 മറ്റോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ കുപ്പി കൊണ്ടോ മറ്റോ തലക്കടിച്ചു കൊല്ലുന്നു. ഇങ്ങനെ ഒരുപാട് കൊലപാതക വാർത്തകൾ, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണർത്തുന്ന വാർത്തകൾ ഒരൊറ്റ ദിവസത്തെ പത്രത്തിൽ രാവിലെ മുൻ പേജിൽ നിന്ന് തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ മോൻ ഉമ്മാനെ കൊന്നത് മാത്രം ഓർക്കാം. എങ്ങനെയെങ്കിലും ഒരു മകൻ ഒരു ഉമ്മാനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവുന്ന ഒരു സാധനമല്ല. മകൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്ന ഒരു വികാരം അങ്ങനെ സംഭവിക്കാനേ പാടില്ലാത്ത ഒന്നാണ്, സംഭവിക്കുകയും ഇല്ല. ആ വികാരം ഇല്ലാതായി പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്റെ ഉമ്മയാന്ന് ബോധം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യനും മറ്റേ ആളെ ഉപദ്രവിക്കാനുള്ളൊരു കരുത്തുണ്ടാവില്ല. പക്ഷെ ഇത് ഇല്ലാണ്ടായി പോകുന്നു. അത് എന്റെ ഉമ്മയാന്നുള്ള ബോധം പോലും ഇല്ലാത്ത രൂപത്തിൽ
ആ ചെറുപ്പക്കാരൻ മാറപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രയാസം ആ ഉമ്മ അനുഭവിക്കുന്നു. നമ്മൾ ഇത് ഒരൊറ്റ വിഷയമാണെന്ന് കരുതണ്ട. ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ ഉമ്മയാണ്, എൻ്റെ സഹോദരിയാണ്, എൻ്റെ സഹോദരനാണ് എന്നുപോലും ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് യുവാക്കൾ നിലവിൽ നമ്മുടെ അടുത്തുണ്ട്. ലഹരി, കള്ള്, കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര എളുപ്പമുള്ള ചെറിയ വാക്കുകളാണ്. എന്നാൽ അത് നമ്മളെ പോലും വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ ചെറിയ തലമുറക്കുള്ളിൽ, സ്കൂളുകൾക്കൊക്കെ ഉള്ളിൽ വളരെ സാധാരണമായി ഉപയോഗിക്കാവുന്ന വാക്കുകളായിക്കൊണ്ടും കാര്യങ്ങളായിക്കൊണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മള് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, ബഹളം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള കുറെ തല്ല് തീർക്കാനാണ്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞത് ശരിയായോ, നീ ഇങ്ങോട്ട് തിരിഞ്ഞത് ശരിയായോ, നീ ആ സ്ഥാപനം കെട്ടിപ്പൊക്കിയത് ശരിയായോ, ഞാൻ ഈ സ്ഥാപനം കെട്ടിപ്പൊക്കിയത് ശരിയായോ, അപ്പോൾ അങ്ങോട്ടാണോ നോക്കേണ്ടത് ഇങ്ങോട്ടല്ല എന്നുള്ള കാര്യത്തിലാണ് നമ്മളെ സമയം മുഴുവനായും കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചർച്ച ചെയ്താണ് നമ്മൾ സമയം കൊല്ലാറുള്ളത്. എന്നാൽ ചർച്ച ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുള്ള, ആവശ്യമുള്ള, അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കടന്നു പോകുന്നുണ്ട്. അത് നമുക്ക് കയ്യിൽ കിട്ടാത്ത ഈ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുട്ടികളും തന്നെയാണ്. നമ്മൾ മുസ്ലിം ലീഗിന്റെ ഒരു മീറ്റിംഗ് വിളിക്കുകയും എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. തമാശക്ക് പറയുകയാണെ, ഞങ്ങളുടെ നാട്ടിൽ യൂത്ത് ലീഗിന്റെ ഒരു പരിപാടി നടന്നു. യൂത്ത് ലീഗിന്റെ ഒരു പരിപാടി നടന്നിട്ട് നമ്മളൊരു നേതാവ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു. തമാശ ശരിക്കും ഉണ്ടായതാണ്, പക്ഷെ തമാശകൾ മൂപ്പര് പറഞ്ഞതേ. യൂത്ത് ലീഗിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ഉന്നതനായ ഒരു നേതാവ് വന്നു റാലിയിൽ. അപ്പം റാലി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മൂപ്പര് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, ഇവിടെ 5 യുവാക്കളെ ഞാൻ കണ്ടു. യൂത്ത് ലീഗിന്റെ പരിപാടിയാണ്, പക്ഷെ വിജയിപ്പിക്കാൻ വന്ന നിങ്ങളെപ്പോലെ ആവേശം ജ്വലിക്കുന്ന കുറെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. ഈ ചങ്ങായിമാരെ കാണുന്നില്ല. യൂത്ത് ലീഗിൽ യൂത്ത് എവിടെ എന്ന് ചോദിക്കുമ്പോ പോലെ ഇവന്മാരെ കാണാനില്ല, അല്ലെങ്കിൽ ഇവളുമാരെ കാണാനില്ല, കുട്ടികളെ കാണാനില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഓടിച്ചാടാനോ മുന്നിൽ നിൽക്കാനോ നയിക്കാനോ താല്പര്യമില്ലാത്ത രൂപത്തിൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള മനുഷ്യന്മാർക്ക് താല്പര്യക്കേട് വന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ മാത്രം എന്തോ പ്രശ്നമെന്ന് വിചാരിക്കേണ്ട. മൊത്തത്തിൽ എല്ലാ രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കയ്യിൽ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ യുവാക്കളെയോ കിട്ടാത്ത ഒരു സാഹചര്യം. നിങ്ങളുടെ തന്നെ വീടുകളിലെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിച്ചു നോക്കുക. രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു നോക്കുക. അവർക്ക് അവരുടേതായ ബോധ്യങ്ങൾ ഉണ്ടാവും ഉറപ്പ്, അവർക്ക് അവരുടേതായ ശരികൾ ഉണ്ടാവും ഉറപ്പ്, അവർക്ക് അവരുടേതായ ധാർമ്മികതയും ഒരു പൊളിറ്റിക്സും ഉണ്ടാവും ശരി. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിന് അവരൊരുക്കമായിരിക്കില്ല. അവർ പിന്നെ എന്തിനാണ് ഒരുക്കമായിട്ടുള്ളത് എന്ന ചോദ്യത്തിന് നമുക്ക് പിടികിട്ടാത്ത കുറെ കൂട്ടായ്മകളുടെ കടക്കും പറയും. കൂട്ടായ്മ ഉണ്ടാവുന്നത് ആത്യന്തികമായി മനുഷ്യന് പങ്കുവെക്കാനും നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂട്ടുത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയാണല്ലോ. അതിനുവേണ്ടി തയ്യാറാവുന്ന വേറെ കുറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ വേറെ കുറെ കൂട്ടങ്ങളുണ്ട്. ഇവർ അവരോടൊപ്പമാണ്, നമ്മളോടൊപ്പം ഇല്ല എന്നിടത്തൊരു വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഒപ്പമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഇത്തരം വാർത്തകൾ ദിനേന കേൾക്കേണ്ടി വരുന്ന ഒരു ദൗർഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി പോകുന്നത്. അതിൽ നിന്ന് മാറി നടക്കാൻ നമ്മൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടത് ഇവരെ കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ സ്ത്രീകളുടെ തന്നെ ഒരു പങ്കാളിത്തത്തെ കുറിച്ച് എടുത്തു നോക്കുക. കുറച്ചു കാലങ്ങൾക്ക് മുൻപേ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചാൽ, അല്ലെങ്കിൽ കൗൺസിൽ അംഗങ്ങൾ എന്ന രൂപത്തിൽ എത്ര സ്ത്രീകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, എത്ര പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു? ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കുന്നതിന്, വോട്ട് നേടുന്നതിന് സഹായകരമായത് സ്ത്രീകൾ വീട് വീണ്ടാന്തരം നടന്നതാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എടുത്തു നോക്കുക. ഒരു സ്ഥാനാർത്ഥിനെ കിട്ടാൻ എത്ര ഓട്ടം ഓടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ഒരു ലീഗ് നേതാവിന്റെ പെണ്ണുങ്ങളൊക്കെ അവസാനം പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേതാവാക്കും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കും. എനിക്കറിയാം, നമ്മളെ വീട്ടിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും അധികം പ്രശംസിക്കപ്പെടുന്നവരായിക്കൊണ്ട് ഇന്ന് വനിതാ ലീഗ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ കൃത്യമായ ഒരു ഓർഗനൈസ്ഡ് മുന്നേറ്റം തന്നെ നടന്നിട്ടുണ്ട്. സംഘടനാപരമായി തന്നെ ബോധപൂർവം എടുത്ത കുറെ തീരുമാനങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് സ്ത്രീകൾ നമ്മുടെ ഇടയിൽ കൂടുതലായതും അവരുടെ പങ്കാളിത്തം കൂടിയതും അവരുടെ പ്രവർത്തനങ്ങൾ കൂടിയതും. വനിതാ ലീഗിന്റെയൊക്കെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ അതിന് വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉന്നതതലമായ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള കൃത്യമായ ബോധപൂർവമായ ഇടപെടൽ
നമുക്ക് വിസ്മയിപ്പിക്കുന്നതും കയ്യടി അർഹിക്കുന്നതുമാണ്. അതിന്റെ റിസൾട്ടാണ് പെണ്ണുങ്ങൾ നമ്മൾ കൂടെ ഇത്രയും ഉണ്ടായിട്ടുള്ളത്. ഇത് ചെമ്മനാട് പഞ്ചായത്തിലെ മാത്രം സ്ഥിതിയല്ല. ഇന്ന് കേരളത്തിൽ ഏതിടത്ത് മുസ്ലിം ലീഗ് ഉള്ള ഏതിടത്ത് ചെന്നാലും അവിടെ ഏറ്റവും ആക്റ്റീവായിട്ട് നിരന്തരമായി പ്രവർത്തിക്കുന്നവരായിക്കൊണ്ട് അവിടുത്തെ വനിതാ ലീഗിന്റെ കമ്മിറ്റി ഉണ്ട് എന്നത് ശരിയാണ്. ഇത് ഏതെങ്കിലും മായാവി മാന്ത്രിക വഴി വീശിയത് കൊണ്ട് സംഭവിച്ച മാജിക് അല്ല. ഇത് ബോധപൂർവം കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്തെടുത്ത പണി കൊണ്ടുണ്ടായ റിസൾട്ടാണ്. എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വനിതാ ലീഗിന്റെ കമ്മിറ്റി ഉണ്ടായിരിക്കണം എന്ന ഒരു വാർണിംഗ് നേതൃതലത്തിൽ നിന്ന് വന്നതിന്റെ ഫലമായിക്കൊണ്ടാണ് ഇതുണ്ടായി തീർന്നിട്ടുള്ളത്. ഇതേ വാണിംഗ് ഇപ്പോ യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുടെയും കാര്യത്തിൽ വേണം എന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുക. അഥവാ നിങ്ങളെ നാട്ടിൽ വാർഡില് പഞ്ചായത്ത് ലീഗിന്റെ കമ്മിറ്റി ഉണ്ടാക്കാൻ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ കമ്മിറ്റി ഉണ്ടാക്കണം എന്നല്ല, കമ്മിറ്റിക്കുള്ള ആൾക്ക് ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ കമ്മിറ്റിക്ക് അകത്ത് അതിനപ്പുറത്തേക്ക് ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഇത്ര പേർ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി. ഹരിതയുടെ കമ്മിറ്റികൾ പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിൽ സംഘടിപ്പിക്കപ്പെടേണ്ടുന്നതിന്റെ പ്രസക്തി. ഹരിത എന്ന് പറയുന്നത് MSFന്റെ വിദ്യാർത്ഥിനി വിഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളെ പെൺകുട്ടികൾ കോളേജിനകത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് MSF എന്നോ SFI എന്നോ KSU എന്നോ രാഷ്ട്രീയമെന്നോ കേട്ടു തുടങ്ങുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുമ്പ് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാൻ ഒരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയതായി കേൾക്കുന്നതിൽ ഏറ്റവും ആകർഷണീയമായത് എന്താണോ ആ ആശയത്തിന് പുറകെ പോവുക എന്നതാണ് സ്വാഭാവികമായും അവർക്ക് മുന്നിലുള്ളൊരു വഴി. എന്നാൽ പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിൽ ഹരിതയുടെ കമ്മിറ്റികൾ രൂപീകരിക്കുകയും MSFന്റെ കമ്മിറ്റികൾ ആക്റ്റീവ് ആക്കുകയും ചെയ്താൽ ഇവർക്ക് കൂടി ഒരു സ്പേസ് കിട്ടണം. വനിതാ ലീഗ് ആക്റ്റീവ് ആയതുപോലെ തന്നെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് നമുക്ക് ഹരിതയുടെ കമ്മിറ്റികളെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. പെൺകുട്ടികൾ കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി വളരേണ്ടതുണ്ട്. നന്നായി പഠിക്കുന്ന, ഞാൻ നിങ്ങളുടെ തൊട്ടിപ്പുറം ഉദുമ പഞ്ചായത്തിൽ ഒരു സ്കൂളിന്റെ മഹല്ല് കമ്മിറ്റിന്റെ ഒരു പരിപാടിയിൽ ഇന്നലെ രാത്രി പങ്കെടുത്തിട്ടുണ്ടായി. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവിടെ അവാർഡ് വാങ്ങിയവരിൽ ഭൂരിഭാഗം പേരും പെൺകുട്ടികളായിരുന്നു. അവരെല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ, പല കുട്ടികളും പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ കഴിഞ്ഞതിന് ശേഷം റാങ്ക് വാങ്ങിയതിന് ശേഷം അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. ഡോക്ടർമാരെ കുറെ പെൺകുട്ടികളെ കണ്ടു, CA പഠിക്കുന്നവരെ കണ്ടു. ഇങ്ങനെ പല മേഖലകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലെ പെൺകുട്ടികളുടെ നിലവാരം എന്താ എന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ നന്നായി പഠിക്കുന്നുണ്ട്, നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ പെൺകുട്ടികൾക്കുള്ളിൽ തന്നെയാണ് നമ്മൾ പുതിയ കാലത്ത് കല്യാണം കഴിച്ചാൽ ഡിവോഴ്സ് റേറ്റ് ഭയങ്കര കൂടുതലാണ് എന്ന് പറയുന്നത്, ആത്മഹത്യാ പ്രവണത ഭയങ്കര കൂടുതലാണ് എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കിതിലൊന്നും വലിയ ധാരണ ഇല്ല എന്ന് പറയുന്നത്, ഭയങ്കര ഫാഷനബിൾ ആണ് എന്ന് വിചാരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുന്നതൊക്കെ ഈ കുട്ടികൾക്കുള്ളിൽ. അപ്പൊ നമ്മൾ ചോദിക്കാം, നമുക്ക് എന്താ ഇവർക്ക് എന്താ വിദ്യാഭ്യാസം ഇല്ലേ, വിവരമില്ലേ, അറിവില്ലേ? ഉണ്ട്. അവർക്ക് നമ്മൾ കൊടുത്തതിലൊക്കെയും അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. നമ്മൾ കൊടുക്കാത്തതിന് ആർജിക്കാൻ ഈ പറഞ്ഞ കണക്ക് മറ്റൊന്നും ഏതെങ്കിലും ഒരു മാന്ത്രികത അവരുടെ ഉള്ളിലില്ല. കൊടുക്കാത്തതിനെ ആർജിക്കാൻ. അപ്പൊ നമ്മൾ കൊടുക്കാത്ത എന്തോ ഉണ്ട്. ആ കൊടുക്കാത്തത് രാഷ്ട്രീയ ബോധമാണ്. ആ രാഷ്ട്രീയ ബോധമുള്ള ഒരു കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ പെട്ടെന്ന് പറ്റൂല. ആ രാഷ്ട്രീയ ബോധം അത്തരത്തിൽ ഒരു കുഞ്ഞിനെ സാമൂഹികമായി പരിവർത്തിപ്പിക്കുന്ന ഒന്നാണ്. ഹരിതയുണ്ടാവുക എന്ന് പറഞ്ഞാൽ ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവുക, രാഷ്ട്രീയ ബോധവും സാമൂഹിക ബോധവും ഉള്ള പെൺകുട്ടികൾ ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾ അവരെ നന്നായി പഠിപ്പിക്കുകയും A+ ഉണ്ടാവുകയും നല്ല തൊഴിൽ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നവരാവുന്നു എന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കുക, ജീവിക്കാൻ പ്രാപ്തമാക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ ജീവിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളത്. ബാക്കി എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിദ്യാഭ്യാസം അവർ നന്നായി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അവർ ജീവിക്കുകയും മനോഹരമായി അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. സാമ്പത്തികമായി മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റുന്നവരായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും മാറുന്നുണ്ട്. ഇമോഷണലായിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുന്നവരാണ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നതായിട്ട് ഈ കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കുന്നതല്ല, നമ്മൾ കൊണ്ടും കൊടുത്തും ഒരു സമൂഹമായി കൊണ്ട് നിൽക്കുന്നതാണ് ശരി എന്ന നമ്മളെ ശരിയുണ്ടല്ലോ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ശരി, ഇത് നമുക്ക് കാവ്യാത്മകമായി ഈ തലമുറയോട് സംവദിക്കാൻ സാധിച്ചിട്ടില്ല.
നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് എപ്പോഴും ഓലി തല്ല കണ്ടിട്ടുള്ളൂ. സ്വത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങള്, രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കലഹങ്ങള്, ഇതിനപ്പുറത്തേക്ക് വെറുതെ ഉണ്ടാവുന്ന കലഹങ്ങള്, ഗ്രൂപ്പിന്റെ പേരിലുള്ള കലഹങ്ങൾ, ഇങ്ങനെ ഈ കലഹങ്ങളെ നമ്മളിൽ നിന്ന് ഒരു കണ്ടിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ കൂട്ടായി ജീവിക്കുന്നത് തന്നെ ഒരു പ്രയാസമാണ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയായിക്കൊണ്ട് ഇവര് വരുന്നത്. എന്നാൽ കൂട്ടായി ജീവിക്കുന്നത് മനോഹരമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന സാമൂഹികമായ ഒരു അസ്ഥിരത ചെറുതോ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതോ അല്ല. അത് ഒരു പരിധി വരെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ ഈ പരിഷ്കൃത രാജ്യങ്ങൾ എന്നൊക്കെ പറയണ പോലെ, അല്ലെങ്കിൽ ഈ മറ്റേ അമേരിക്കയിലോ മറ്റിടത്തോ ഒക്കെ ഉള്ള പോലെയുള്ള ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. അതുപോലെ പോലും ആവില്ല. നമുക്ക് അവർക്കുള്ള ഒരു ബേസിക് പുരോഗതി ഒന്നും എത്താത്തൊരു നാടാണ് നമ്മള്. അതൊന്നും എത്താതെ ഈ പറഞ്ഞ പോലെ പുതിയ ഏറ്റവും പുതുപുത്തൻ ആശയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. സമൂഹം വിഭജിച്ചു പോവാനും സമൂഹം അസ്ഥിരപ്പെടാനും മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും, അതുകൊണ്ട് ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു തലമുറയായിക്കൊണ്ട് ഇവർ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അത് ഒരുക്കിയെടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുകൂടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ്, പരുവപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു പരിധിവരെ ഫോം ചെയ്തിട്ടുള്ളത്. അത് വെറുതെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും മത്സരിക്കാനും വേണ്ടിയല്ല. ഞാനത് ചെറുതാന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. നമുക്ക് അതിനെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ്ലി ഷാജി സാഹിബ് വരുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തെ പരുവപ്പെടുത്താനും കൂടി വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അങ്ങനെ അല്ലാതെ അതിനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ആത്മഹത്യാ ബോധവും പെട്ടെന്ന് കൊലപാതക ശ്രമവും ഒന്നും ഉള്ളിൽ വരില്ല. കാരണം ഉള്ളിൽ നിന്നൊരു ധാർമ്മികതയും ഒരു രാഷ്ട്രീയ ബോധവും ഒരു സാമൂഹിക ബോധവും നമ്മളെ കൊത്തിവലിക്കും. ആ കൊത്തിവലിക്കുന്ന ബോധത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ഇവരെ ഇതിൽ പങ്കെടുപ്പിക്കുക എന്ന ഉത്തരവാദിത്വമാണ് മുസ്ലിം ലീഗ് ഏറ്റവും അടിയന്തരമായും കാര്യക്ഷമമായും ഇപ്പോൾ സാമൂഹികമായി ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചവരാണ്, നമ്മുടെ സമയത്ത് ചെലവഴിച്ചവരാണ്, നമ്മുടെ എല്ലാ റിസോഴ്സിനും ചെലവഴിച്ചവരാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയും മുസ്ലിം ലീഗ് ചെയ്തതിന്റെ അത്രത്തോളം വലിയ ത്യാഗമൊന്നും ഇവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കുറച്ച് ആത്മാഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പുതിയ കാലത്ത് നമ്മൾ അടിയന്തരമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം. ഇവരെ കൂടി പങ്കാളികളാക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത്. സ്ത്രീകൾ ഏറ്റവും ആക്റ്റീവായിക്കൊണ്ട് ഇതിൽ പങ്കാളികളാവുകയും തീരുമാനമെടുക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന ഉദാഹരണം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന, ചിന്നിച്ചെതറി കിടക്കുന്ന നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇതിലേക്ക് വലിച്ചടുപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അടിയന്തരമായി ഇറങ്ങുക എന്നത് മാത്രമാണ് സാമൂഹികമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥിരത എന്ന് പറയുന്ന അസുഖത്തിന് നമുക്കുള്ളൊരു മെഡിസിൻ, മരുന്ന് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഒരു ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ കാലത്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നമ്മുടെ വാർഡുകളിൽ വീടാന്തരം കയറി ഇറങ്ങാൻ പോവുകയാണ്. വീടാന്തരം കയറി ഇറങ്ങുകയും ഓരോ വീട്ടിലുള്ള ആളുകളുമായി സംവദിക്കുകയും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടി അന്വേഷിക്കുക. 18 വയസ്സായ വോട്ടർ ലിസ്റ്റിൽ പേര് കയറ്റണോ എന്നതിനപ്പുറത്തേക്ക് അവർ എന്തു ചെയ്യുന്നു എന്നതും അവരെങ്ങനെ നമ്മളിലേക്ക് ആകർഷിക്കാം എന്നതിന് പദ്ധതികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുക. പുതിയ കാലത്ത് പെൺകുട്ടികളെ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു യുവ പ്രാതിനിധ്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യം ഉണ്ടാവും വിചാരിക്കുന്നില്ല. പകരം അവർക്ക് കൂടി താല്പര്യമുള്ള പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. അത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയായി ഡിസൈൻ ചെയ്യേണ്ടി വരും. അവർക്ക് കൂടി താല്പര്യമുള്ള സംരംഭകത്വ ക്ലാസുകളെ കുറിച്ച്, അവർക്ക് കൂടി താല്പര്യമുള്ള ഏതെങ്കിലും മാർക്കറ്റിംഗ് ലെവൽ സാധനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികൾ നമ്മളെ കൂടെ വരും, ഉറപ്പായും വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് മുസ്ലിം ലീഗിന് കൃത്യമായ ധാരണയുണ്ട്. ജീവിക്കാൻ പ്രാപ്തരാക്കുന്നവരായിക്കൊണ്ട്, പ്രാപ്തമാവുന്നവരായിക്കൊണ്ട് നമ്മുടെ യുവതലമുറയെ, വിദ്യാർത്ഥി സമൂഹത്തെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചടിപ്പിക്കുക എന്നത് ഒരു അടിയന്തര
ജാഗ്രത വേണ്ടുന്ന അജണ്ടയായിക്കൊണ്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് മുന്നിൽ ഞാൻ സവിനയം ഓർമ്മിപ്പിക്കുന്നു. ഇത് നിങ്ങൾ മറന്നു കളഞ്ഞതോ വിട്ടുകളഞ്ഞതോ ആയ ഒരു വിഷയമാണ് എന്ന് കരുതിക്കൊണ്ടല്ല, പക്ഷേ വിനയപൂർവ്വം എൻ്റെ വിനീതമായ ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ സാധനങ്ങളൊന്ന് നോക്കണേ, അല്ലെങ്കിൽ നമുക്ക് ഈ വാർത്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കേണ്ടി വരും. വാർത്ത കേട്ട് നമുക്കൊരു വലിയ വിഷയമല്ലാത്ത വാർത്തയായി മാറിക്കൊണ്ടിരിക്കും. പണ്ട് ബീഫിന്റെ പേരിൽ ഒരു ജുനൈദിനെ, ഒരു അഖ്ലാഖിനെയൊക്കെ കൊന്നപ്പോൾ അമ്മക്കുണ്ടായ ബേജാറെന്തേലും. ജുനൈദിനെ എങ്ങനെ കൊന്നു എന്ന് നമുക്കറിയാം, ഒരു അഖ്ലാഖിനെ എങ്ങനെ കൊന്നു എന്ന് നമുക്കറിയാം, അയാളുടെ വീട്ടിൽ ബീഫ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, ഓന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൊതിയിൽ ശരിക്കും ഇറച്ചി ആയിരുന്നു എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞു ഇന്ത്യയിൽ ബീഫിന്റെ പേരിൽ എത്രയധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ആണെന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവൻ ബീഫ് കഴിച്ചില്ല എന്ന ആരോപണത്തിന്റെ പേരിൽ 2 മാസങ്ങൾ മുൻപ് വരെ ഏറ്റവും പ്രത്യക്ഷമായി നമ്മൾ വാർത്ത കേൾക്കുന്ന രൂപത്തിൽ എത്രയധികം കൊലപാതകങ്ങൾ ഇവിടെ നടന്നു പോയിട്ടുണ്ട്. പിന്നീട് അത് നമുക്കൊരു വാർത്തയല്ലാതായി തീരുകയല്ലേ ചെയ്തത്. ബീഫും പ്രശ്നമാണ്, മുസ്ലിം ആവുന്നതും പ്രശ്നമാണ്, ജീവിക്കുന്നതും പ്രശ്നമാണ്. പക്ഷേ അത് മുസ്ലിമായ അല്ലെങ്കിൽ ഈ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന, ഈ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്ന അമ്മക്ക് പോലും ഒരു വാർത്തയല്ല. അങ്ങനെ വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിക്കൊണ്ട് ഈ വാർത്ത എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചത്, അതുപോലെ ഇത്തരം വാർത്തകൾ വരും. മോൻ ഉമ്മാനെ കൊല്ലും, ഉപ്പാനെ കൊല്ലും, മോള് അങ്ങനെ കൊല്ലും. ഇത് ഭയങ്കര സ്വാഭാവികമായ വാർത്തയായി പോകും. ആ ഞെട്ടൽ നമുക്കങ്ങ് പോകും. ആ ഞെട്ടൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ആ ഞെട്ടൽ പോകാതിരിക്കാൻ നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ, 3ാമത്തെ പ്രാവശ്യവും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. 1ാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിലേറുന്നു, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി അധികാരത്തിലേറുന്നു. 2ാം വട്ടവും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി തന്നെ അധികാരത്തിലേറുന്നു. 3ാം വട്ടം 400 സീറ്റും വാങ്ങിക്കൊണ്ട് ഞങ്ങൾ തന്നെ ഇന്ത്യ ഭരിക്കുമെന്ന വലിയൊരു മുദ്രാവാക്യം അവരുടെ കയ്യിൽ നിന്നുണ്ടാവുന്നു, അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭയപ്പാട് എന്തേ നമുക്കില്ലാതെ ഇപ്പൊ ഇല്ലാണ്ടായി പോകുന്നത്? ഇപ്പൊ ഇല്ലാണ്ടായി പോകുന്നതിന് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. അത് അന്നത്തെ പോലെ 400 സീറ്റ് നേടിയിട്ടല്ല ഇവര് അധികാരത്തിൽ വന്നത് എന്നതും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഒറ്റക്കല്ല ഇന്ത്യ ഭരിക്കുന്നത് എന്നതുകൊണ്ട് കൂടിയാണ്. നമുക്ക് ശക്തമായൊരു പ്രതിപക്ഷം ഇപ്പോഴുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ്. പക്ഷേ ഇപ്പോഴും അധികാരം അവരുടെ കയ്യിൽ തന്നെയാണല്ലോ. നിയമങ്ങൾ മാറ്റാനുള്ള കരുത്ത് ഒരു പരിധി വരെ അവർക്കുണ്ടല്ലോ. പക്ഷെ നമുക്ക് ബേജാറങ്ങ് പോയി പോവാ. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ബേജാറ് പോയി പോകുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയ ബോധം ഇങ്ങനെ കുറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്. ഇപ്പം പുതിയ രണ്ട് പ്രാവശ്യം കേരള നിയമസഭയിൽ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ആര് ഭരിക്കണമെന്ന ചോദ്യത്തിന് LDF ഗവൺമെന്റ് എന്ന ഉത്തരം വന്നു. ആ ഉത്തരം വന്നത് പലവിധേനയായ സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നിരിക്കാം. എന്നാലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2 സർക്കാർ അധികാരത്തിലേൽക്കുകയും അവരിപ്പോഴും നിർബാധം ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ അലയൊലികൾ നമ്മുടെ മുന്നിലെത്തി. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ ടെലിവിഷനുകളിലെ ചർച്ചകൾ നോക്കൂ, ഇന്നലെ പോലും ഉണ്ടായ വാർത്തകൾ നോക്കൂ, ഇന്നലെ രാത്രി പോലും ഉണ്ടായ ചില വാർത്തകളിലേക്ക് നോക്കിയാൽ മതി. അടുത്ത തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പിന്നെ നമ്മൾ അജണ്ട എന്താണെന്നുള്ളത് ഞാൻ കൂടുതലായി അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല. ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളില് അല്ലെങ്കിൽ ഒരു മുന്നണിക്കുള്ളില് ഇപ്പൊ ഉണ്ടാകുന്ന ചർച്ച എന്താന്നുള്ളത് ഒട്ടും ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ കേൾക്കുക. അഥവാ നമ്മള് ചെറിയ അജണ്ടകളിലേക്ക് ചുരുങ്ങി പോവുകയും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതായ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ അധികാരവും സ്വാഭാവികമായിട്ട് പോകും. അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറും. ഞാൻ ഇതിനകത്ത് മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. ഒരു മുന്നണി എന്ന രൂപത്തിൽ നമ്മൾ ഉന്നയിക്കേണ്ടുന്ന അജണ്ടകളാണോ എന്ന ഒരു സംശയത്തെ കുറിച്ച് മാത്രം, മുന്നണിയെ കുറിച്ച് മാത്രം പറഞ്ഞു. അപ്പം നമ്മൾ അജണ്ടകൾ മാറിപ്പോകുമ്പോ സ്വാഭാവികമായും അധികാരവും അതിന്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ ഇല്ലാണ്ടായി പോകും. എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗിന് കൃത്യമായിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഒരു മനുഷ്യൻ മെമ്പർഷിപ്പ് എടുത്ത് ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം ലീഗിന്റെ രാഷ്ട്രീയ അടിസ്ഥാന സത്തയായിക്കൊണ്ട് പകർന്നിരുന്നുണ്ട്. അഭിമാനമായ അസ്തിത്വം, ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് ഏറ്റവും ചെറുതാക്കി അതിനെ വിളിക്കാം. എല്ലാ മനുഷ്യനും അഭിമാനത്തോടുകൂടി സ്വന്തത്തെ പറ്റി ഏതെങ്കിലും തരത്തിൽ അപകർഷതാബോധമില്ലാതെ ജീവിക്കാൻ സാധ്യമാവുന്ന ഏറ്റവും നീതി
നീതിയുക്തമായ ഒരു ലോകം സാധ്യമാവുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം. ഇക്കാലത്ത് നിങ്ങൾ എന്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണെങ്കിലും ശരി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിലാണെങ്കിലും ശരി, വെറുതെ ഇരുന്നാൽ പോലും അഭിമാനം വ്രണപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കൂട്ടം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്നാമതായി അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, രണ്ടാമതായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, മൂന്നാമതായി ദളിതരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, നിങ്ങളെ നെഞ്ചത്ത് വന്ന് കുത്താൻ മനുഷ്യരുണ്ട് എന്നതാണ് പുതിയ കാലത്തിന്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ നേരിടും എന്നതിന്റെ ഉത്തരമാണ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിയാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഓട്ടത്തിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത്. മുസ്ലിം ആയതിന്റെ പേരിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം എതിർക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെതിരെ ആദ്യം ഹേർട്ട് ആവേണ്ടത്, ആദ്യം ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ടത് നമ്മളാണ്. അത് മുസ്ലിം ആയതിന്റെ പേരിൽ മാത്രമല്ല, സ്ത്രീ ആയതിന്റെ പേരിൽ, ദളിതരായി പോയതിന്റെ പേരിൽ. ഈ രാജ്യത്ത് മനുഷ്യർ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഫിസിക്കലായിട്ട് അവര് ശാരീരികമായും മാനസികമായും ആക്രമിക്കപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുക എന്നതാണ് രാഷ്ട്രീയപരമായി നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അനീതിയുള്ള എല്ലായിടത്തും നമ്മൾ ആ രാഷ്ട്രീയ ബോധം ഉണരുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ദൗത്യം ഇത്. അതെല്ലാവർക്കും എതിരെ ഉണ്ടാവും. ഷാറൂഖ് ഖാൻ ആണെങ്കിലും ശരി, ഷാറൂഖ് ഖാനോട് വന്നിട്ട് നിങ്ങൾ വലിയ മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചാൽ ഓനിപ്പോ എന്റെ മതക്കാരനാണോ, ശരിക്കും മുസ്ലിം ആണോ എന്ന് ആലോചിച്ച് നിൽക്കുന്നല്ല ശരി. പക്ഷെ അയാൾ മുസ്ലിം ആവുക എന്നതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടി പ്രശ്നമാണ്. സ്ത്രീയായി ചേരുക എന്നതിന്റെ പേരിൽ ആളുകൾ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെയും കൂടി പ്രശ്നമാണ്. ഇപ്പൊ കേരളത്തിൽ പുതുതായി എടുത്തിട്ടുള്ള 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനിടയായി. കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും മോശമായി അശ്ലീലമായി സംസാരിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ വലിയ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. അവരെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ ഞങ്ങളുടെ സർക്കാർ ഒരുക്കമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി. ഈ അടുത്തുണ്ടായ ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത്. പക്ഷേ എപ്പോഴും പിണറായി വിജയന് പറയാൻ പറ്റും? അവരുടെ പാർട്ടിക്കാരായ സ്ത്രീകൾക്ക് നേരെ അവരുടെ പാർട്ടിക്കാരായ ആളുകൾക്കുള്ളിൽ നിന്ന് തന്നെ അക്രമം ഉണ്ടാവുമ്പോൾ ഇവര് മുണ്ടൂലല്ലോ. ഈ നാട്ടില് സാധാരണക്കാരായ ഒരു സ്ത്രീക്ക് നേരെ, സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് നേരെ ഈ അക്രമം ഉണ്ടാവുന്നവരും മിണ്ടല്ലോ. അവരുടെ തന്നെ രക്തസാക്ഷിയുടെ അമ്മയെ ചവിട്ടിപ്പായിപ്പിച്ച പാരമ്പര്യം ഇവർക്കുണ്ടല്ലോ. ഈ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാ ഇടപെടണ്ടേ? അവരുടെ അഭിമാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടന എന്നുള്ളത് നമ്മളാ. ഞാൻ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ് വരുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പുതുതായി ഉണ്ടാവുന്ന ഈ പറഞ്ഞ പോലെ പുതിയ കാല നാടക വികാസങ്ങൾ നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടാവുമല്ലോ. ബിജെപിക്കാര് അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംഘപരിവാർ എന്ന് പറയുന്ന കൂട്ടം മനുഷ്യർ കുറെ കാലമായി ലക്ഷ്യം വെക്കുന്ന ഒരുപാട് അമ്പുകളുടെ കൂട്ടത്തിൽ, ഒരുപാട് ഈ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിലുള്ള ലക്ഷ്യത്തിന്റെ പേരാണ് മലപ്പുറം. നമുക്കൊന്നും വലിയ വിലയില്ലെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ മലപ്പുറത്തിന് ഭയങ്കര വിലയുണ്ട്. ഭയങ്കര മാർക്കറ്റുള്ള സ്ഥലമാണ് മലപ്പുറം. കാരണം അവിടെ കുറെ മുസ്ലിങ്ങൾ ജീവിക്കുന്നു, അവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള ഒരു ചിത്രം പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ജില്ലയുടെ രൂപീകരണ കാലം മുതൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ മലപ്പുറം വന്നു പോയ ഒരു മനുഷ്യൻ മലപ്പുറം ഒരു പ്രശ്നമുള്ള സ്ഥലമാണ് എന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. RSS എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അവിടെ തോൽക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന വ്യാജ നിർമ്മിതി മലപ്പുറത്ത് വന്നാൽ പൊളിഞ്ഞു പോകുന്ന വലിയൊരു പ്രശ്നം അവർ അനുഭവിക്കുന്നു. കുറെ കാലം നോക്കിയിട്ട് ഈ സാധനം കൈമ കിട്ടുന്നില്ല, എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. നരേന്ദ്രമോദി ആണെങ്കിലും ശരി, അമിത്ഷാ ആണെങ്കിലും ശരി, RSS എന്ന് പറയുന്ന സംഘടനയാണെങ്കിലും ശരി, മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. എന്ത് ചെയ്യും എന്ന് അന്തിച്ചു നിൽക്കുകയാണ്. അവരുടെ സഹായകനായി ആരെത്തുന്നുണ്ട്? കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരുമയായ ഒരുപാട് ശിങ്കിടികളും എത്തുന്നുണ്ട്. പല ADGPമാരുടെ കോലത്തിൽ, അജിത് കുമാർ എന്ന് പറയുന്ന ഏജന്റിന്റെ കോലത്തിൽ, ഇങ്ങനെ പല ശിങ്കിടികളെയും കൊണ്ട് ഇയാൾ ഒരു വലിയ സമരത്തിന് ഇറങ്ങുകയാണ്. ആ സമരം എന്താണ്? RSSന് ആവശ്യമായത് എന്താണോ അത് ഉണ്ടാക്കി തരാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാണ്.
കേരളത്തിൽ നിങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വർഗീയമാണ് എന്ന ഒരു ചിത്രമാണോ വേണ്ടത്? അതെ, ശരി, അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരക്കഥ രചിക്കുകയും അദ്ദേഹം തന്നെ സംഭാഷണവും അദ്ദേഹം തന്നെ രചനയും നിർവഹണവും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് CPM-ന്റെ സ്പോൺസേഡ് കലാപരിപാടി കുറച്ചു കാലങ്ങളായി മലപ്പുറത്ത് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരുപാട് ക്രൈം റെക്കോർഡുള്ള, ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, ഒരുപാട് മദ്യവും കഞ്ചാവും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഒരു സ്ഥലമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ മലപ്പുറത്ത് ചൊല്ലിയുണ്ടാവും. ഇതുണ്ടാവുന്നത് വെറുതെ ഉണ്ടാവുന്നതല്ല. കൃത്യമായി പറഞ്ഞ പോലെ തിരക്കഥയോട് കൂടിയിട്ട് ഒരു കൂട്ടം മനുഷ്യര്, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയതിന്റെ ഫലം എന്താണ്? മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാനുള്ള RSSന്റെ അജണ്ട പൂർത്തീകരിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഇത് ആരുടെ ആവശ്യമാണ്? RSSന്റെ ആവശ്യമാണോ അതോ CPM-ന്റെ ആവശ്യമാണോ? ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടുത്തരവാദിത്വമാണ് എന്ന് അവർ ഒരുമിച്ച് കൈപ്പൊക്കുന്നു. ആ കൂട്ടുത്തരവാദിത്വത്തിലേക്ക് നയിക്കാൻ മലപ്പുറത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം ഏറ്റവും ഭീകരമായി തന്നെ ഉണ്ടാവുന്നു. വിജയിച്ചു എന്ന് അവർ കരുതിയ നിമിഷത്തിന്റെ തൊട്ടു മുൻപ് നമ്മൾ അത് കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ ആദ്യം അതിൽ ജാഗരൂകരായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തത് കൊണ്ട് മാത്രം ആ സത്യം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുന്നു. മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാനുള്ള, ക്രിമിനൽ വൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു ADGPയെ കേരളത്തിൽ പ്രത്യേകമായി ചുമതല നൽകിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ അവരോധിക്കപ്പെട്ടത്. ആ മലപ്പുറം ജില്ലയിലെ നമ്മളെപ്പോലുള്ള എല്ലാ മനുഷ്യന്മാരും എന്താണ്? തീവ്രവാദികളാണ്, വർഗീയവാദികളാണ്, സ്വർണ്ണക്കടത്തുകാരാണ്, പ്രശ്നക്കാരാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടത്തിയത് പിണറായി വിജയനാണ്. നടത്തിയത് ഈ നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന സർക്കാരിന് വേണ്ടിയാണ്, ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടിയാണ്. ഇവരൊത്തു കളിക്കുന്ന കുറെ നാടകങ്ങളുണ്ട്. ഇതിൽ ആദ്യം വ്രണപ്പെടുന്നത് ആരുടെ വികാരമാണ്? ഇത് ആർക്കെതിരെ ഉന്നം വെച്ച് നടക്കുന്നതാണ്? ഇത് ഈ മനുഷ്യത്വത്തിന് മുഴുവനെതിരെയുള്ള ഒരു പ്രശ്നമാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ളതല്ല, ഒരു സമൂഹത്തെ ഒന്നായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ സമൂഹത്തെ ഒന്നായി ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിക്കേണ്ട ഒരു സംഘടന ഏതാ? മുസ്ലിം ലീഗാണ്. ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ജാഗരൂകരായി ചെയ്തത് കൊണ്ട് മാത്രം പലയിടങ്ങളിലും അവർ തോറ്റുപാളീസായി ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം മുനമ്പം വഖഫ് വിഷയമൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ തീരാത്തൊരു വിഷയമായിക്കൊണ്ട്, വലിയ പ്രശ്നമായിക്കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളത്. വഖഫ് എന്ന് പറയുന്ന വാക്ക് തന്നെ വലിയ പ്രശ്നമാണ് എന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ അവതരിപ്പിക്കപ്പെടുമ്പോൾ, വഖഫിനെതിരെ ഒരു പുതിയ നിയമം വരുമ്പോൾ, പരിഷ്കരണത്തിനായി പുതിയ നിയമം വരുമ്പോൾ, രാജ്യത്തെമ്പാടും വഖഫ് ചർച്ചയാകുമ്പോൾ, വഖഫിനെതിരെയുള്ള ഏറ്റവും വലിയ സമരം നടക്കുന്നത് എവിടെയാണ്? ഈ RSSനോ BJPക്കോ ഏതെങ്കിലും തരത്തിൽ അധികാരമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കേരളത്തിലാണ് വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സംഘർഷം ഏറ്റവും പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഘർഷമാണ്. ഒരു അറിവില്ലായ്മയുടെ പുറത്ത്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടത്തി വരുന്ന ഒരു സമരമാണ്. ഞങ്ങളുടെ കുടിപ്പാടങ്ങൾ നഷ്ടപ്പെടുമെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ മാത്രം നടന്നു വരുന്ന ഒരു സമരമാണ്. ആ സമരം ഇല്ലാതാക്കാൻ കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ വർഗീയ വിഷയം ഇന്ത്യയിൽ കത്തിക്കൊണ്ടിരിക്കെ കേരളത്തിലും അങ്ങനെയൊന്നും ഉണ്ടാവുന്നു എന്നതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരാണ്. സ്വാഭാവികമായി CPM-ന്റെ സർക്കാരാണ്. ഈ CPM-ന്റെ സർക്കാർ കൃത്യമായി ഒരു 2 മിനിറ്റ് ഇടപെട്ടാൽ തീരുന്ന പ്രശ്നമാണ് മുനമ്പത്തെ വഖഫ് ഇഷ്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഇന്നേ വരെ ക്രിയാത്മകമായിട്ട് ആ 2 മിനിറ്റ് കൊടുക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല? കേരളത്തിലെ സർക്കാരിന് പറ്റിയിട്ടില്ല എന്നുള്ളതല്ല, കൊടുക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് അതിന് കാരണം ഇന്ത്യയിലൊട്ടാകെ വഖഫ് കത്തട്ടെ, ആ കത്തുന്നതിനെ ഏറ്റവും എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിക്കൊണ്ട് കേരളം മാറട്ടെ. വർഗീയവാദികളുടെ തുരുത്താണ് കേരളം എന്ന് പറയുന്നതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കാം. ഇന്ത്യയിലുള്ള പ്രശ്നത്തിന് അപ്പുറത്തേക്ക് കേരളത്തിൽ ഇത് വലിയ വിഷയമാണെന്ന് പറഞ്ഞിട്ട് വഖഫ് എന്ന് പറയുന്ന ഒരൊറ്റ പേരിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ ഒരു വലിയ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടുള്ള ഒരു ശ്രമം ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടാവുന്നു, കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാവുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ കൃത്യമായി ബോധപൂർവ്വം ഇടപെടേണ്ടുന്നൊരു സമയമാണ്. ആരും ഇടപെടുന്നില്ല. എല്ലാവർക്കും ഇത് കത്തിത്തീരുക എന്നുള്ളത് മാത്രമാണ് ആവശ്യം. ഇവർ വിചാരിക്കുന്നത് വഖഫിന്റെ മാത്രം എന്തോ വിഷയമാണ്, മുസ്ലിങ്ങളുടെ മാത്രം എന്തോ വിഷയമാണ്.
ഇത് വഖഫിൽ നിൽക്കുന്ന സാധനമൊന്നുമല്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമമാറ്റം, ചർച്ച, ബില്ല് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വഖഫിൽ മാത്രം നിൽക്കുന്ന വിഷയമല്ല. അത് ക്രിസ്ത്യൻ മത സമുദായത്തിന്റെ ഇതുപോലെ ഇഷ്ടദാന സ്വത്തിനെ കുറിച്ചുള്ള അവരുടെ സഭയിലേക്കുള്ള കടന്നുകയറ്റമായി വരാൻ വലിയ സമയമൊന്നും വേണ്ട. ഇത് മറ്റെല്ലാ മതവിഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. മുസ്ലിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെ പ്രശ്നം. പക്ഷെ അതിൽ ഇടപെടാൻ ആരും തയ്യാറില്ല. ഒരു സർക്കാരുകളും അധികാരമുള്ള ഒരു ഏജൻസികളും തയ്യാറല്ല. പക്ഷെ മുസ്ലിം ലീഗ് തയ്യാറാണ്. മുസ്ലിം ലീഗ് തയ്യാറാണ് എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു അധികാര സ്ഥാപനത്തിലും ഇല്ലാത്ത, ഒരു അധികാരത്തിന്റെയും ശീതളിമ ഏറ്റുവാങ്ങിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടന മാത്രമായ മുസ്ലിം ലീഗ്, അതിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ എത്തുകയും സമരക്കാരെ കാണുകയും സമരം തണുപ്പിക്കാനുള്ള മാർഗങ്ങളുമായി അവർ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെയും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നിരന്തരമായി അവിടെ എത്തുകയും സമരക്കാരെ കാണുകയും ഈ പറഞ്ഞ തെറ്റിദ്ധാരണ നീക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. അതാണ് നമ്മൾ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം. കൃത്യമായി മുസ്ലിം ലീഗിന് അധികാരമൊന്നുമില്ലല്ലോ. ഇവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം. മറ്റത് അധികാരത്തിന്റെ അന്ധതയിൽ ഇങ്ങനെ അഭിരമിക്കുക എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. അത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് എന്നൊരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇവിടെ സാമുദായികമായ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുക അതൊരു വലിയ അജണ്ടയാണ്. പുതിയ കാലത്തെ ഏറ്റവും വലിയ അജണ്ട സാമുദായികമായ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുക എന്നത് തന്നെയാണ്. വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ സാമുദായികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്ന് ചോരയൂറ്റി കുടിക്കാൻ താല്പര്യപ്പെടുന്ന മനുഷ്യർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എങ്ങനെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ന് ചോദിച്ചാൽ അയാൾക്കുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ അറിയാം? നരേന്ദ്രമോദി എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ന് ചോദിച്ചാൽ അയാൾക്കുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ? അയാള് ഗുജറാത്തിൽ ഒരു വലിയ നരഹത്യ നടത്തി, മനുഷ്യന്മാരെ കൊല്ലുന്ന നടത്തി, വംശഹത്യ നടത്തി. കുറച്ചും കൂടി ശരിക്കും അത് വംശഹത്യ എന്നാ പറയാം. മുസ്ലിങ്ങള്, ഹിന്ദുക്കള് എന്നൊക്കെ പറയാൻ പറ്റുന്ന, ക്രിസ്ത്യാനികള്, വിശ്വാസികൾ, അവിശ്വാസികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധാരണക്കാരുടെ സമൂഹത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്തോ ഒരു മാന്ത്രികത എന്ന വണ്ണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവരെ മതത്തിന്റെ പേരിൽ രണ്ട് വിഭാഗമാക്കി തിരിച്ച് അയൽക്കാരായിരുന്ന മനുഷ്യരെ പോലും തലേ ദിവസം എന്റെ വീട്ടിലേക്ക് പാൽ കൊണ്ടുവരുന്നയാളാണ് എന്നെ പീഡിപ്പിച്ചത് എന്നൊരു അതിജീവിത പറയുന്ന കണക്കിലേക്ക് ആ മനുഷ്യന്മാരെ ഉള്ളില് വെറുപ്പ് കയറ്റി തമ്മിൽ തല്ലിച്ച് കൊല്ലിച്ച ഒരു പാരമ്പര്യമുണ്ട് എനിക്ക് എന്നതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പാരമ്പര്യമാണ് ഇന്ത്യ ഭരിക്കാൻ വേണ്ട ക്വാളിറ്റി. എന്താണ് നിങ്ങളുടെ യോഗ്യത എന്ന് വെച്ചാൽ, ഈ അടുത്ത് നിര്യാതനായ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യന്മാർ ചോദിക്കും എന്താ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു പേജിൽ 2 പേജിൽ എഴുതി തരില്ല. ഇത്രയധികം അയാൾ നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം നേടിയ വിദ്യാഭ്യാസ യോഗ്യതകൾ, ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നിന്ന് നേടിയ ബിരുദത്തിന്റെ, ബിരുദാനന്തര ബിരുദത്തിന്റെ, പ്രബന്ധത്തിന്റെ കണക്കുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഏറ്റവും വലിയ നിർണായകമായ തീരുമാനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയെ കൊണ്ടു നിർത്തിയിട്ട് ഇയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദ്യം ചോദിക്കുക. ചായ അടിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അഭിമാനത്തോട് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ. ഇതൊന്നുമല്ല, ഈ ചായയോ പഞ്ചസാരന്റെ കണക്കല്ല നരേന്ദ്രമോദിയുടെ ക്വാളിഫിക്കേഷൻ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ മുസ്ലിങ്ങളെ കൊല്ലാനുള്ള ഒരു ടൂൾ എന്റെ കയ്യിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു ആയുധം അതാണ് എന്ന് ഈ സംഘടന വിശ്വസിക്കുന്നു. BJP എന്ന് പറയുന്ന, RSS എന്ന് പറയുന്ന സംഘടന വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിറ്റഴിക്കപ്പെടാൻ, മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വിഷയം അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് ഇതാണ്. ആ ടൂള് ഏറ്റവും അധികം നന്നായി കയ്യിലുള്ള, രാഗിയെടുത്ത് കയ്യിലുള്ള ഒരു മനുഷ്യന്റെ പേരാണ് നരേന്ദ്രമോദി എന്നത് തന്നെയാണ് ഇന്ത്യ ഭരിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിക്കൊണ്ട് അദ്ദേഹത്തെ അവരോധിച്ചവർ അദ്ദേഹത്തിന്റെ മുകളിൽ കണ്ടൊരു കാര്യം. അതുകൊണ്ട് ഈ രാജ്യത്ത് വെറുതെ ഒരു നല്ല ജനാധിപത്യ വിശ്വാസിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യം, പ്രയാസമുള്ള കാര്യം.
നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങളെ തമ്മിൽ തല്ലിക്കാനും നിങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനും നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് വിഷം കൊത്തിവെക്കാനും താല്പര്യമുള്ള മനുഷ്യർ അധികാരത്തിന്റെ സകല ഗുണങ്ങളും അല്ലെങ്കിൽ സകല സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും RSSനെയും BJPയെയും കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായും അത് CPIM എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചും ഒക്കെ തന്നെയാണ്. അവിടെയൊക്കെ മുഖ്യമന്ത്രിനെ ആഭ്യന്തരമന്ത്രിനെയൊക്കെ പറയുമ്പോൾ രണ്ടെട്ടം പറയേണ്ടി വരും. ഇവിടെ എല്ലൊന്നാ. അതുകൊണ്ട് തന്നെ ഇതൊന്നും കൊണ്ട് നടക്കണില്ല. അപ്പം ഇവരൊക്കെ സംബന്ധിച്ച് തന്നെയാണ് വെറുതെ ഇരുന്നാലും മനുഷ്യരെ വിഭാഗീയത ഉണ്ടാക്കുക എന്ന് പറയുന്നത്, മനുഷ്യരെ വെറുതെ ഇരിക്കുന്ന മനുഷ്യന്മാരെ പിടിച്ച് മാവോയിസ്റ്റുകളാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വിനോദമായി സ്വീകരിക്കുന്ന മനുഷ്യനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികളായിരിക്കുക അല്ലെങ്കിൽ മതേതര വിശ്വാസികളായിരിക്കുക എന്ന് പറയുന്നതാണ് ഇക്കാലത്ത് നമ്മളെ ഏറ്റവും വലിയ പ്രയാസം വരുന്നത്. അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ നമ്മൾ നടത്തുന്ന വികസനങ്ങളുടെ കണക്കല്ല ഇക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണവും അല്ല പുതിയ കാലത്ത് വലിയ ഏറ്റവും ഒന്നാം അജണ്ട നിർണയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനം. ഒന്നാം അജണ്ട നിർണയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തനം മതേതര വിശ്വാസിയായിരിക്കാനും ജനാധിപത്യ വിശ്വാസിയായിരിക്കാനും വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സമരം. ആ വെറുതെ ഇരിക്കാൻ വേണ്ടി, നല്ല മനുഷ്യനായി വെറുതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സമരത്തെയാണ് ഇക്കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയേണ്ടത്. അതാണ് നിരന്തരമായി മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ ബഹളങ്ങൾ ഉണ്ടാവില്ല, അതിന് വലിയ ആഘോഷങ്ങൾ ഉണ്ടാവില്ല. അത് കാണാൻ മറ്റേതെങ്കിലും വലിയ പറഞ്ഞ പോലെ നിറങ്ങളുള്ള ഉത്സവം ഉണ്ടാവില്ല. പക്ഷേ അത് അനുഭവിക്കാൻ പറ്റും. അത് അനുഭവിക്കാൻ മാത്രം പറ്റുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതാണ് നിരന്തരമായി കണ്ട എല്ലാ പ്രയത്നങ്ങളിലൂടെയും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു സ്നേഹ സന്ദേശ യാത്ര നടത്തി. ഇത് ഒരു യാത്ര അല്ലേ, ആൾക്കാരെ കാണലല്ലേ, വർത്തമാനം പറയലല്ലേ എന്ന് നമുക്ക് ചെറുതാക്കി കാണാം. എന്നാൽ അല്ല, അതൊരു യാത്രയോ ആളുകളെ കാണലോ സംസാരിക്കലോ മാത്രമല്ല, അതൊരു ഒന്നാം നമ്പർ രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം നീ ഹിന്ദുവാ, നീ ക്രിസ്ത്യനാ, നീ മുസ്ലിമാ, നീ വിശ്വാസിയെ അല്ലാത്തവൻ, അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ തന്നെ നീ ആ വിഭാഗക്കാരനാണ്, ഈ വിഭാഗക്കാരനാണ്, നമ്മൾ തമ്മിൽ കണ്ടാൽ സംസാരിക്കാൻ പോലും പാടില്ലാത്തവരാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യന്മാരെ ഒരുമിച്ച് നിർത്തിയിട്ട് നമ്മൾ ബേസിക്കലി മനുഷ്യരാണ് എന്ന് പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനത്തോടും ആദരവോടും കൂടി പെരുമാറേണ്ടുന്ന വിശ്വാസികളാണ് അല്ലെങ്കിൽ അവിശ്വാസികളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇവിടെ സാധ്യതകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം. ഒരു സ്നേഹ സന്ദേശ യാത്ര എന്ന് പറഞ്ഞാൽ അല്ല ഒന്നാം നമ്പർ രാഷ്ട്രീയ പ്രവർത്തനം. അത് കോടികളുടെ വിലയുള്ള വലിയ ബസ്സിലിരുന്നു കൊണ്ട് ആളുകൾക്ക് ടാറ്റ കാണിച്ചു പോയാൽ കിട്ടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല, നടക്കുന്നതും അല്ല. ആളുകളുമായി നിരന്തരം ഇടപെടുന്നതിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മള് പുതിയ ഇൻസ്റ്റഗ്രാമിന്റെ ഭാഷയിലൊക്കെ എന്തേലും ഒറിജിനലിനെയും ഡ്യൂപ്ലിക്കേറ്റിനെയും പറയാൻ 144p എന്ന് പറയും. ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ കൊടുക്കുന്ന ഒരു സാധനം എന്നുള്ളത്. പണ്ട് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക യാത്രക്ക് ഒരു പുതിയ കോപ്പി ഇറക്കി പിണറായി വിജയൻ ഒരു യാത്ര നടത്തുന്നു. ആളുകളെ കാണുന്നു, കുഴപ്പമൊന്നുമില്ല. കോപ്പി ഇറക്കുന്നതിലോ അല്ലെങ്കിൽ ആളുകളെ കാണുന്നതിലോ ഒന്നും നമുക്ക് ആക്ഷേപങ്ങളില്ല. നല്ല കാര്യമാണ്, നല്ല കാര്യങ്ങൾ അനുകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ പ്രഹസനം മനസ്സിലാവുമ്പോഴാണ്. സാദിഖ് അലി തങ്ങൾ യാത്ര നടത്തുന്നു, ഉമ്മൻചാണ്ടി സാർ യാത്ര നടത്തുന്നു, പിണറായി വിജയൻ യാത്ര നടത്തുന്നു. യാത്ര നടത്തിക്കോട്ടെ, എല്ലാ യാത്രകളും വളരെ നല്ലതാണ്. പക്ഷേ പ്രഹസനങ്ങളാകുമ്പോഴാണ്. ആളുകളുടെ പ്രയാസങ്ങൾ എഴുതി വാങ്ങുന്നു, ആളുകളുടെ പ്രയാസങ്ങൾ നേരിട്ട് അറിയിക്കുന്നു, അത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിനൊരു മറുപടി ഇല്ലാതാവുന്നു. ഇവിടെ മെമ്പർമാർ ഇവിടെ ഉണ്ടാവും, ഞങ്ങളടക്കം സാധാരണ ജനപ്രതിനിധികൾക്ക് കൃത്യമായി അറിയാം. എല്ലാ പ്രശ്നങ്ങളും പഞ്ചായത്തിലൊക്കെ വന്ന് എഴുതി തന്നിരുന്ന പോലെ ഈ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ പ്രത്യേക പെട്ടിയിലിട്ട് ഈ അപേക്ഷകൾ എഴുതി കൊടുക്കുന്നു. ഈ അപേക്ഷകൾ പിന്നെ എവിടേക്ക് തന്നെ വരുന്നു? നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുന്നു. നിങ്ങൾ തന്നെ പരിഹരിക്കണം എന്ന് പറയുന്നു. അതിന് പരിഹരിക്കാനുള്ള യാതൊരു മാർഗവും അവരെടുക്കാതെയാവുന്നു. അങ്ങനെ പ്രഹസനമായ ഒരു യാത്ര നടത്തുന്നു. വിഷയമാണത്. അത് അതിലെവിടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്? ജനങ്ങളോട് നീതി പുലർത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് എവിടെയാണ്? പഞ്ചായത്തുകളിലാവട്ടെ, ബ്ലോക്ക് പഞ്ചായത്തുകളിലാവട്ടെ, ജില്ലാ പഞ്ചായത്തുകളിലാവട്ടെ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാവട്ടെ, നമുക്ക് അധികാരമുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടൊക്കെ നമ്മൾ ഈ മേൽ അധികാര കമ്മിറ്റികളുടെ പ്രയാസങ്ങളും അനുഭവിച്ചു വരുന്നുണ്ട്. റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു.
ഫണ്ട് പിടിച്ചു വെച്ചതിനെതിരെ നടത്തിയ ഒരു സമരത്തെക്കുറിച്ച്. നമുക്ക് അധികാരമുണ്ട്, ശരിയാണ്, പഞ്ചായത്തിൽ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അധികാരമുണ്ട്, നമുക്ക് ചെയ്യേണ്ടുന്ന കുറെ പ്രോജക്റ്റുകളുണ്ട്, ഏറ്റെടുത്ത് നടത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഫണ്ട് വരാത്തൊരു സാഹചര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ വർഷം പോലും ഇപ്പം ഞങ്ങളുടെ ഈ പ്രവൃത്തി വർഷം കഴിയാൻ പോവുകയാണ്. ഈ പ്രവൃത്തി വർഷം കഴിയുമ്പോൾ മാർച്ചോട് കൂടി അവസാനിക്കുമ്പോൾ ഇനിയും നമുക്ക് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന ഫണ്ട് ഒരുപാടുണ്ട്. 10-60% ഫണ്ട് പിടിച്ചു വെച്ചിട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 8-10 ഉറുപ്പ്യന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു മെമ്പർക്ക് ഏറ്റവും മിനിമം ഒരു 10 ലക്ഷം ഉറുപ്പ്യന്റെ വികസന പ്രവർത്തനം എന്റെ വാർഡിൽ ചെയ്യാം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചൊരു മെമ്പർക്ക് 10 എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ കണക്ക്. 10 2-3 ലക്ഷത്തിലേക്ക് ചുരുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. പറയുമ്പോൾ നമുക്ക് അധികാരമുണ്ട്, നമുക്ക് പറഞ്ഞ പോലെ ഭരണസമിതിയുടെ പിന്തുണയുണ്ട്, നമുക്ക് നടത്താവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷെ പഞ്ചായത്തിൽ അത് നടക്കാത്ത സാഹചര്യമുണ്ട്. അത് നടക്കാതാവുന്നത് എന്തുകൊണ്ടാണ്? നടക്കാതാവുന്നത് അതിന് മേൽ ഫണ്ട് തരേണ്ടുന്ന അധികാരികളിൽ നിന്ന് അത് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അവിടെ വലിയ പ്രയാസം നടക്കുന്നുണ്ട്. അധികാരം ഉണ്ടായിട്ട് പോലും മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു വലിയ പിടിവള്ളി നമ്മുടെ മേലിൽ വീഴുന്നുണ്ട്. പഞ്ചായത്തിന്റെ വിഭജനമാണ് ഏറ്റവും ഒടുവിലത്തെ ചർച്ച. പക്ഷെ വിഭജനത്തിന്റെ അപ്പുറത്തെ മെമ്പർമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം ചില്ലറയൊന്നുമല്ല. എല്ലാ തരത്തിലും പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ നിരന്തരമായി എടുത്തു വെച്ചിരുന്ന പണത്തെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്ന പണത്തെ പോലും ഇല്ലാതാക്കുന്ന സാഹചര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് കേരള സർക്കാരിൽ നിന്നുള്ളൊരു അവഗണന അല്ലെങ്കിൽ പിടിച്ചുവെക്കൽ ഉണ്ടായതിനു ശേഷം ഇവിടെ ഉത്സവങ്ങൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് പ്രാദേശിക വികസനം നടത്താൻ ഫണ്ടില്ല, പണമില്ല എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ നയം വന്നതോടുകൂടി പ്രശ്നത്തിലാണ് നമ്മളാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അധികാരം ഉണ്ടായിട്ടും പ്രവർത്തിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. പൊതുവിൽ അധികാരമില്ല എന്നുള്ള തന്നെയാണ് പ്രശ്നം. എന്ന് വെച്ചാൽ ആ തീരുമാനത്തെ മാറ്റാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഈ അധികാരമില്ലാതിരിക്കുന്ന ഒരു സംഘടന എന്താണ് ചെയ്യേണ്ടത്? രാഷ്ട്രീയ സംഘടന എന്താണ് ചെയ്യേണ്ടത്? അത് ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇത് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യം തന്നെ. നമുക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ പണി ചെയ്യാനുള്ളത്. ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് തിരുത്തൽ കക്ഷിയാണ്. ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യലാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടം, വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള പോരാട്ടം, മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്നത്. ആ പ്രവർത്തന വേദിയിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യേണ്ടുന്നതും. ഒരു കമ്മിറ്റിയുടെ കാലയളവ് അല്ലെങ്കിൽ ആ കാലയളവിൽ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് വായിച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും വളരെ ആക്റ്റീവായിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ വനിതകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യത്തെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഹരിതയുടെ കമ്മിറ്റികൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉറപ്പുവരുത്തുക. കുട്ടികളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യത്തെ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള ശൈലിയിലേക്ക് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റുക. ഇത് ഇങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രം ഏറ്റവും അടിത്തട്ടിൽ ചെയ്താൽ തന്നെ ഇനിയുള്ള കാലത്ത് നമ്മുടെ അജണ്ടകളിൽ മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്കുണ്ടാവൂ എന്ന് മാത്രം മനസ്സിലാക്കുക. മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശരിയുള്ള രാഷ്ട്രീയത്തിന്റെ പ്രചാരകരും പ്രയോഗത്തിൽ വരുത്തുന്നവരുമായ പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ തന്നെയാണ് ഊർജം. നിങ്ങൾ ചെയ്തു വെച്ച പാത പിന്തുടരാൻ നമ്മളുണ്ട്. ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കട്ടെ, ഈ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.